കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ എപ്പോഴും ആവേശത്തിലാക്കുക അതിന്റെ യുവജന നേതാക്കൾ തന്നെയാകും. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലായി ജനസ്വീകാര്യതയുള്ള ഒട്ടേറെ യുവജന നേതാക്കളുണ്ട്. ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ശ്രദ്ധയാകർഷിക്കുന്ന പരിപാടികളും സമരങ്ങളും കൂടുതൽ ശ്രദ്ധ നേടുന്നത് യുവജന നേതാക്കളിലൂടെ തന്നെയാണ്. ഇന്നിപ്പോൾ ഇടതുപക്ഷത്തേക്ക് നോക്കിയാലും UDF-ലേക്ക് നോക്കിയാലും അത്രമേൽ മികച്ച ഒരു യുവ നേതൃത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും. സംസ്ഥാനത്ത് DYFI-യിലും SFI-യിലും ഒക്കെയാണ് യുവാക്കളുടെ എണ്ണം കൂടുതലെങ്കിലും പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ള യുവജന നേതാക്കൾ കൂടുതലും UDF-ലാണ്. ഏറെക്കുറെ ഇടത് സംഘടനാ സംവിധാനവും UDF സംഘടനാ സംവിധാനവും തമ്മിലുള്ള വ്യത്യാസവും അതുതന്നെയാണ്. ഇടത് യുവജന സംഘടനകൾ എപ്പോഴും പാർട്ടിക്കായിരിക്കും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. അതാത് കാലഘട്ടങ്ങളിൽ DYFI-യും SFI-യും ഒക്കെ നയിക്കുന്നവർ സംഘടനയുടെ പേരിൽ അറിയപ്പെടുന്നതിനപ്പുറത്തേക്ക് സ്വന്തം പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെടുക അസ്വാഭാവികമാണ്. മാത്രവുമല്ല, SFI-യെ നയിച്ചവർ DYFI-യുടെ നേതൃത്വത്തിലേക്ക് എത്തണമെന്ന കീഴ്വഴക്കമൊന്നും പാർട്ടിക്കുള്ളിലില്ല. SFI-യുടെ സംസ്ഥാന തലത്തിൽ കത്തിജ്വലിച്ച പല നേതാക്കളും പിന്നീട് DYFI-യുടെയോ CPM-ന്റെയോ നേതൃത്വത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. കോൺഗ്രസിന്റെയും UDF-ലെ മറ്റു പാർട്ടികളുടെയും യുവജന സംഘടനകളെ നയിച്ചിട്ടുള്ള പലരും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒക്കെ എത്തിയിട്ടുമുണ്ട്. UDF-ലെ യുവജന സംഘടനകളെ നയിക്കുന്നവർക്ക് പാർലമെന്ററി സംവിധാനങ്ങളിലേക്ക് എളുപ്പത്തിൽ കടന്നു കയറുവാൻ കഴിയാറുണ്ട്. എന്നാൽ കാലങ്ങളോളം അക്ഷീണം പ്രവർത്തിച്ചാൽ മാത്രമേ ഇടത് യുവജന സംഘടനകളിൽ നിന്നും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. മാത്രവുമല്ല, ചാനൽ മുറികളിൽ നിന്നല്ല ഇടത് യുവജന നേതാക്കൾ പലപ്പോഴും വളർന്നു വരിക. മുഖ്യധാരാ ചാനലുകളുടെ തലോടലും തഴുകലും ഇടത് യുവജന നേതാക്കൾക്ക് ഒരു ഘട്ടത്തിലും ലഭിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ DYFI-യുടെയും SFI-യുടെയും ചുരുക്കം ചിലരെ ഒഴികെ ബാക്കി ആരെയും പൊതുസമൂഹത്തിന് അത്ര പരിചയവുമില്ല. എന്നാൽ മതിയായ പ്രവർത്തനമൊന്നും ഇല്ലെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഒക്കെ തലോടൽ വഴി UDF-ലെ യുവജന വിദ്യാർത്ഥി നേതാക്കളെ ഏറെക്കുറെ എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും വിവിധ മണ്ഡലങ്ങളിലേക്ക് അവരെ പരിഗണിക്കുന്നതിനും വഴിവെക്കുന്നത് ഇതേ മാധ്യമങ്ങളുടെ തലോടൽ തന്നെയാണ്. UDF-ലെ ഏറ്റവും അധികം തിളങ്ങി നിൽക്കുന്ന രണ്ട് യുവജന നേതാക്കളാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും. സാധാരണ നിലയിൽ എല്ലാ യുവജന വിദ്യാർത്ഥി സംഘടനകളിലും സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമാണ് പ്രധാന പദവികളെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗിലേക്ക് വരുമ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് പ്രധാനപ്പെട്ട സ്ഥാനം. യോഗത്തിലേക്ക് ഏറ്റവും അധികം ശ്രദ്ധ നേടിയിട്ടുള്ള യുവജന നേതാവ് PK ഫിറോസാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സർക്കാരുകളെ നിരന്തരം വിമർശിച്ച് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ തീപ്പൊരി നേതാവായ PK ഫിറോസ് ഒരു പ്രതിസന്ധി കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിനും മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ഫിറോസിന്റെ സഹോദരനെ പോലീസ് പിടികൂടിയതോടെയാണ് ശനിദശ തുടങ്ങിയിരിക്കുന്നത്. മുമ്പ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ബിനീഷ് കോടിയേരിയെ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ PK ഫിറോസും ഉണ്ടായിരുന്നു. അന്നത്തെ PK ഫിറോസിന്റെ പല പോസ്റ്റുകളും ഇപ്പോൾ സൈബർ സഖാക്കൾ കുത്തിപ്പൊക്കുകയാണ്. അതിനിടയിൽ ബിനീഷ് കോടിയേരിയിട്ട വൈകാരികമായ പോസ്റ്റിനും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. കോടിയേരിയുടെ മരണത്തിലേക്ക് പോലും നയിച്ചത് ഫിറോസിനെ പോലെയുള്ളവരുടെ അധിക്ഷേപമായിരുന്നു എന്ന് ബിനീഷ് പറയുന്നു. സഹോദരനാണ് തെറ്റ് ചെയ്തതെന്ന് ഫിറോസ് വാദിക്കുമ്പോഴും ആരോപണ ശരങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സീറ്റിനു വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഫിറോസ് ഇങ്ങനെ ഒരു ആരോപണത്തിൽ കുഴഞ്ഞു പോകുന്നത്. സമാനമായ നിലയിൽ മയക്കുമരുന്ന് ആരോപണം ഒന്നുമല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലും നിരന്തരമായ ആരോപണങ്ങളിൽ പെടുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള ആരോപണങ്ങളാണ് അദ്ദേഹത്തിന് നേരെയും ഉയരുന്നത്. ഏതായാലും യുവജന നേതാക്കൾക്കെതിരായ ആരോപണങ്ങളെ UDF നേതൃത്വം ആശങ്കയോടെയാണ് നോക്കുന്നത്.